ഹായ് ഫ്രണ്ട്സ്. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ അമ്മയും മക്കളും കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണേ. നല്ല ഉച്ച സമയത്തെ ഞങ്ങൾ ഇറങ്ങിയത്. നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വെസ്റ്റ് സൈഡിൽ പോയി 2-3 ടീഷർട്ടൊക്കെ എടുക്കാനുണ്ടായിരുന്നു അഭിയയ്ക്ക്. പിന്നെ ആഷിക്കുട്ടിക്കും ഒരു ടീഷർട്ടൊക്കെ എടുത്തു. അതുകൊണ്ട് നമ്മുടെ ട്രയൽ റൂമിൽ കയറിയുള്ള ഷോ ആട്ടോ ഇത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്ന് ഫുഡ് കഴിക്കാൻ കയറി. ചേച്ചിയെ എത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യാവോ അത്രയും അവൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ചേച്ചിയുടെ നിന്നൊരു പിച്ചോ ഇടിയോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന് പറയും. ഇതാണ് കക്ഷിയുടെ മെയിൻ പരിപാടി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ആഷിയുടെ ഫേവറേറ്റ്. അവിടുന്ന് അത് കഴിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി നടന്നു വന്നിട്ട് രണ്ടുപേരുടെ മുടി വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു പാർലറുണ്ട്, അവിടെ പോയി. ഹെയർ ട്രിക്സ് എന്ന പേര്. അവിടെ പോയി ഇതിപ്പോൾ അബിയയുടെ ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയറൊക്കെ വാഷ് ചെയ്തു, നന്നായിട്ട് ചെയ്യും അവർ. പിന്നെ അപ്പോൾ അവിടെ ചേച്ചിയുടെ വാഷ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അങ്ങനെ ഇരിക്കുന്നു. അബിയുടെ ഹെയർ കട്ട് ചെയ്തു, ഇപ്പോൾ സെറ്റൊക്കെ ചെയ്ത്. ഞാൻ അടുത്തത് ആഷിക്കുട്ടിയുടെ ഹെയർ കട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമാട്ടോ ഇത്. അപ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. അവൾ മുടി വെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ സ്റ്റൈലൊക്കെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് കക്ഷി ഇരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഏത് സ്റ്റൈൽ വെട്ടിയാലും അവൾക്ക് ഒരേ രീതി ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇങ്ങനെ കിടന്ന ഹെയർ വാഷൊക്കെ ചെയ്ത് ഷാമ്പൂ ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഇത് പിന്നെ എൻ്റെ വക ചെറിയൊരു ഷോ, നമുക്കും വേണമല്ലോ. അങ്ങനെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു. അവൾ ഹെയർ കട്ടിന് റെഡി ആയിട്ടിരിക്കുന്നു. ഹെയർ കട്ട് ചെയ്തു. ഷോർട്ട് ലെയറാണ് ചെയ്തത്. പക്ഷേ എങ്ങനെ ചെയ്താലും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കിടക്കുകയുള്ളൂ. അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തു. അപ്പോൾ അബിയയുടെ ചെയ്തത് അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കൂടുതൽ ഷോർട്ടായി പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പുള്ളിക്കാരി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി ആസ് യൂഷ്വൽ നമുക്ക് കണ്ണി കാണുന്നതെല്ലാം എടുത്തിടണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇത് അബിയയുടെ ഫോട്ടോഗ്രാഫി പ്ലാനാണ്. അപ്പോൾ അവൾ തന്നെ ക്യാമറയൊക്കെ അവിടെ സോപ്പിൻ്റെയൊക്കെ ഇടയിൽ കൊണ്ട് വെച്ചിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തു. എന്നിട്ട് തന്നെ ഞങ്ങളൊന്നും അറിയാത്ത പോലെ അഭിനയിച്ചു കേട്ടോ. പക്ഷേ ചെറുതിന് പറ്റൂലായിരുന്നു അഭിനയിക്കാൻ, എന്ത് ചെയ്യാനാണ്. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേന് ആഷിക്കുട്ടിക്ക് ഓർഡർ ചെയ്ത സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ രാവിലെ ഇറങ്ങും കളിക്കാൻ. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കുറേ വീടുകളുണ്ട്, അവിടെ എല്ലാം കയറി കളിയാണ്. അപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഇപ്പം ഞങ്ങൾ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു കൊടുത്തിരിക്കുക. കാരണം എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, കളിക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ സ്മാർട്ട് വാച്ച് കിട്ടിയ സന്തോഷത്തിൽ അടിപൊളിയായിട്ട് അങ്ങനെ അന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു.